ABC മീഡിയയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈക്കോടതിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നത്. ഈ ജോലിയുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്, പ്രായപരിധി എത്രയാണ്, എങ്ങനെ അപേക്ഷിക്കണം, ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ജോലി സംബന്ധമായ അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതിൻ്റെ അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂ. ഹൈക്കോടതിയുടെ ഔദ്യോഗിക റിക്രൂട്ട്മെൻറ്റ് പോർട്ടലായ hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ശമ്പള സ്കെയിൽ എത്രയാണെന്ന് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് പ്രതിമാസം 30,000 രൂപയാണ് ശമ്പളം. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് പ്രതിമാസം 22,240 രൂപയാണ് ശമ്പളം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനുള്ള യോഗ്യത സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള യോഗ്യത ആവശ്യമാണ്. കൂടാതെ IT ടെക്നിക്കൽ സപ്പോർട്ട് രംഗത്ത് സർക്കാർ വകുപ്പുകളിലോ കോടതികളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഈ കോടതി പദ്ധതികളിലെ 6 മാസത്തെ സാങ്കേതിക പിന്തുണ പരിചയം അഭികാമ്യം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്കുള്ള യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ എൻട്രി ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റുള്ള ഏതെങ്കിലും ഫുൾ ടൈം ബിരുദം. വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ഇ-സേവാ കേന്ദ്രം, ICT ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നീ മേഖലകളിൽ സർക്കാർ വകുപ്പുകളിലോ കോടതികളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് ഉദ്യോഗാർത്ഥികൾ 2/1/1984 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 2/1/1984 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി 27. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗത്തിൽ അപേക്ഷ സമർപ്പിക്കുക.